ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള തൊപ്പിയുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് യൂസ് ചെയ്ത ചില പ്രോപ്പർട്ടീസ് ഡെക്കറേഷൻസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യമേ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള തൊപ്പിയുണ്ട്. ഇത് 3 കളറിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേ ഇതൊക്കെ കളർ ഇരിപ്പുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിയുന്നതോറും ഓരോന്നും കളഞ്ഞു പോയി. വേറെ നല്ല ഞാൻ തന്നെ എടുത്ത് നോക്കിയിട്ട് കളഞ്ഞതാട്ടോ. ഇങ്ങനെ മലപ്പുറം കളഞ്ഞൊന്നല്ല, അങ്ങനെ കളഞ്ഞിട്ടുണ്ടാവും. ഇത് റെഡ് കളറുണ്ട്, പിന്നെ നമ്മുടെ അടുത്ത് ഒരു ബ്ലൂ കളറും കൂടി ഉണ്ട്. അതിൻ്റെ തന്നെ ഈ 3 കളറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളത് കാണുന്ന ഫ്ലെക്സ് എല്ലാം ബാനർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ, സോ കോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ. പക്ഷെ എന്നാലും അത്രയൊക്കെ വർഷത്തിന് മുന്നേ ഇത്രയൊക്കെ ചെയ്തു എന്ന് അറിയുമ്പോഴത്തേക്ക് അതൊരു സന്തോഷമല്ലേ. അല്ല, എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. വെച്ചാൽ അന്ന് ഈ ഏഷ്യാനെറ്റ് ചാനലിലൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ വിഷസ് ഇപ്പോൾ നമുക്ക് കൊച്ചു ടി വിയിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അന്ന് ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം ആ സമയത്ത് എൻ്റെത് ഇട്ടിരുന്നു എന്നാണ് പറയണേ. കാരണം വീട്ടിൽ ഇളയതായതുകൊണ്ട് തന്നെ എല്ലാവിധ പരിഗണന അന്നും ഇന്നും ഉണ്ട്. അപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന് തെളിവില്ല കേട്ടോ. അത് കാണാനൊരു വഴിയില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത തവണ കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ. Thank you.